എന്തിനാ സാറേ നമ്മളെല്ലാവരും തങ്കച്ചി കാരണം കഷ്ടപ്പെടുന്നത്? കാശ് കൊടുക്കില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ വീട് തിരികെ കിട്ടണം. സാർ ഒന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തോളാം. ദേ, ഇതാണ് വക്കാലത്ത്. ഇതിലൊരു ഒപ്പിടണം. പിന്നെ ഇതിൻ്റെ അടിയിലിരിക്കുന്ന പരാതിയിലും. കളക്ടർക്കാണല്ലോ പരാതി. അദ്ദേഹത്തിന് ഈ കേസിൽ ഇടപെടാൻ പറ്റുമോ? സാർ, കളക്ടർ RDOക്ക് ഫോർവേഡ് ചെയ്യും. RDO ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ നടക്കുമോ? നടക്കും സാർ, അതുകൊണ്ടല്ലേ വന്നത്. നാളെ ഇതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഒന്നും ഉണ്ടാവില്ല സാർ, അതിന് ഞാൻ ഗ്യാരണ്ടി. സാർ ഒപ്പിട്. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിന്നിറങ്ങിയ നീ എൻ്റെ കൂടെ വരണം. ഇല്ലമ്മേ, ഞാൻ നിത്യയുടെ വീട്ടിലേക്ക് തന്നെ പോകും. എടാ, അവിടെ ആരാ നിന്നെ നോക്കാനുള്ളത്? നിത്യയില്ലേ? നിത്യയുടെ അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, പിന്നെ അവളില്ലേ, ആ ദേവിക. അത് വേണോ? ഒന്നാമത് ഒരിക്കൽ അവൾ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതാ. അവൾ ഇനിയും ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ്? വല്ല വിഷവും കലക്കി തന്നാ നീ എന്തു ചെയ്യും? അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാമേ. അവിടുന്ന് ഒരു തവണ ഇറങ്ങിയ പിന്നെ തിരിച്ചു കയറാൻ വലിയ പാടാ. സിദ്ധു ഇല്ലേ, ദേവിയെ കെട്ടാൻ നടക്കുക. അതിൻ്റെ ആലോചന ഇങ്ങനെ മുറുകിയിരിക്കുക. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ആ കല്യാണം ചിലപ്പോൾ നടക്കും. നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും. നിന്നെക്കുറിച്ചോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ ഇത്തവണ നീ രക്ഷപ്പെട്ടത്. അതെല്ലാ തവണയും പറ്റുമെന്ന് കരുതണ്ട. ഇവിടെ വന്നപ്പോ മുള്ളുവെച്ച വർത്താനം അവള് പറഞ്ഞത്. നിനക്കാണെങ്കിൽ ഈ അവസ്ഥയിൽ നടക്കാൻ പോലും പറ്റില്ല. ഈ അവസ്ഥയിൽ നീ അങ്ങോട്ട് പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, അമ്മയും കൂടി എൻ്റെ ഒപ്പം വാ. എങ്ങോട്ട്? നിത്യയുടെ വീട്ടിലേക്ക്. അത് ശരിയാവൂടാ? എന്താ ശരിയാവാത്തത്? എനിക്ക് വയ്യാത്തോണ്ടല്ലേ. എന്നെ നോക്കാൻ ഒരാള് എപ്പോഴും വേണ്ടേ? അവരാരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അമ്മയൊപ്പം പോരുന്നു. അങ്ങനെ പറഞ്ഞാലേ എല്ലാരും വിശ്വസിക്കും. സത്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അമ്മ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ബലമാണ്. മാത്രമല്ല, അമ്മ വന്നാ ആ ദേവിക പിന്നെ തല പൊക്കത്തില്ല. എങ്കിൽ ഞാൻ വരാം. 30 ദിവസം കഴിയുമ്പോൾ അവിടുന്ന് ഇറങ്ങുമെന്നാ അവള് പറഞ്ഞിരിക്കുന്നത്. അവൾ എങ്ങോട്ട് പോകുന്നെന്നാ പറയുന്നേ? അതാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത്. അവള് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടമ്മേ. ആ പ്ലാൻ പൊളിക്കണം. ഈ അവസ്ഥയിൽ ഞാൻ മാത്രമായ അത് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ കൂടെ ഉണ്ടെങ്കിൽ അവളെ നമുക്ക് വെള്ളം കുടിപ്പിക്കും. ഞാൻ വരും. നിനക്കൊരാവശ്യം വന്നാ എനിക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വന്നിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡാഡി പരാതിയിൽ ഒപ്പിട്ടുന്ന്. അത് വേണ്ടതല്ലേ അക്ഷരേ. നമ്മളെന്തിനാ തങ്കച്ചിയുടെ ഗുണ്ടായസത്തിന് മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നത്? എങ്കിൽ പിന്നെ ഇത് കുറച്ച് നേരത്തെ ആവായിരുന്നില്ലേ? കോടതി വിധിയുമായിട്ടൊന്നും അല്ലല്ലോ തങ്കച്ചി നമ്മളെ ഇറക്കി വിട്ടത്. ഡാഡി പോലീസിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ തങ്കച്ചിയെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഒരു ഫൈറ്റ് വേണ്ടെന്ന് സാറ് വിചാരിച്ചു കാണും. പിന്നെന്താ ഇപ്പൊ ആ തീരുമാനം മാറ്റാൻ കാരണം? സിദ്ധുവിന്റെ ഉറപ്പ്.
തിരിച്ചാ വീട് നേടിത്തരാമെന്ന് നല്ല പ്രാക്ടീസ് ഉള്ളൊരു വക്കീൽ വന്ന് പറയുമ്പോൾ ആരാ വേണ്ടെന്ന് പറയുന്നത്? എന്തോ എനിക്ക് ഡാഡിയെ മനസ്സിലാവുന്നേയില്ല. എന്നാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ കിട്ടുമ്പോൾ ഏതു മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു പതർച്ചയില്ലേ, അതാ ഇപ്പോ സാറിനും സംഭവിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ആർക്കും വരാവുന്നതാണ് അക്ഷരെ. അങ്ങനെ വരുമ്പോ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, കൂടെ നിന്ന് സഹായിക്കുകയാണ് വേണ്ടത്. സഹായിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? നമ്മളെ ആരെയും വിശ്വാസമില്ലല്ലോ. ആകെ വിശ്വാസമുള്ളത് ആ സ്വാമിയെ മാത്രം. അയാളാണെങ്കിൽ ഭൂലോക ഫ്രോഡും. സ്വാമി അറിയാതെയല്ലേ ഇപ്പൊ ആ പരാതിയിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നത്? അതെ. എങ്കിൽ കണ്ടോ, സ്വാമിക്ക് അത് ഇഷ്ടപ്പെടില്ല. അതെന്താ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? നല്ലൊരു കാര്യമല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. വീട് തിരിച്ചു കിട്ടുന്നതിന് സ്വാമിക്കെന്താ? ഡാഡി അയാളുടെ അടിമയാ. അയാൾ പറയുന്നതേ ഡാഡി അനുസരിക്കും. താൻ പറയുന്നത് മാത്രം കേട്ടാ മതിയെന്ന് സ്വാമി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ അകറ്റി നിർത്തുന്നത് ആരാ? ഡാഡിയല്ലേ. നമ്മളെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമായിരുന്നോ? ആ സ്വാമിയുടെ ഉപദേശം കേട്ട് കേട്ടാ ഡാഡി ഇപ്പൊ ഈ അവസ്ഥയിലെത്തിയത്. ഇനിയും അയാൾ പറയുന്ന പോലെയല്ലേ ഡാഡി ചെയ്യൂ. നീ വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് വീട് തിരിച്ചു വാങ്ങി തരുമെന്നാ സിദ്ധു പറഞ്ഞിരിക്കുന്നത്. അയാളെ എനിക്ക് വിശ്വാസാ. സിദ്ധു പറഞ്ഞ അത് നടന്നിരിക്കും. എന്താ ഡോക്ടർ, എന്തെങ്കിലും വിഷയം? ഏയ് ഒന്നുമില്ല. ഹലോ. ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. സാറ് എന്ത് പണിയായി കാണിച്ചത്? എന്തെങ്കിലും ചെയ്യണതിന്റെ മുന്നേ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ? എന്തുപറ്റി? സാർ എന്തിനാ പരാതിയിൽ ഒപ്പിട്ടത്? സാറ് പരാതി കൊടുത്താലേ ആ തങ്കച്ചി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അവരെ സാറിന് നല്ല പോലെ അറിയാലോ. കുഴിച്ചു മൂടിയ എല്ലാ സത്യങ്ങളും പുറത്തെടുത്തിടാൻ ആ തങ്കച്ചി മേഡത്തിന് ഒരു നിമിഷം മതി. അവര് കാണിച്ചത് തോന്നിയാസമല്ലേ സ്വാമി? ഞാൻ കടം വാങ്ങി എന്നുള്ളത് നേരാ. എന്ന് വെച്ചാൽ വീട്ടിൽ നിറക്കിടുകയാണ് ചെയ്യേണ്ടത്. അവര് കോടതി വഴി നീങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. പകരം ഗുണ്ടായുസം കാണിച്ചു, ഭീഷണിപ്പെടുത്തി. ഞാനൊരു മനുഷ്യനല്ലേ സ്വാമി? എനിക്കുമില്ലേ മാനാഭിമാനമൊക്കെ? നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. സിദ്ധു വക്കീല ഒരു കേസ് കിട്ടാൻ അയാൾ പലതും പറയും. അത് കേട്ട് പ്രവർത്തിച്ച കുഴിയിൽ വീഴാൻ പോണത് സാറ് മാത്രമായിരിക്കും. പരാതി കൊടുത്തതുകൊണ്ട് എന്താ സ്വാമി കുഴപ്പം? തങ്കച്ചി മേഡത്തിന്റെ തിരിച്ചടി ഊഹിക്കാൻ പോലും സാറിന് പറ്റില്ല. അത് തന്നെ കുഴപ്പം. അപ്പൊ ആ വീട് നഷ്ടമാട്ടെ എന്നാണ് സ്വാമി പറയുന്നത്? അതൊക്കെ നമുക്ക് സാവകാശം തിരിച്ചു പിടിക്കാലോ. പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റിയ തങ്കച്ചി മേഡത്തിന്റെ കടം തീർക്കാം. അതൊരു വഴിയല്ലേ? ഇതുപോലുള്ള കേസിന് സമവായ സാറേ നല്ലത്, അല്ലാതെ വഴക്കല്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? ആ പരാതി കൊടുക്കണ്ടെന്ന് നിരഞ്ജൻ സാറിനെ വിളിച്ച് പറയണം. അത് നമുക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ഒപ്പിട്ട് കൊടുത്തിട്ട് വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ സ്വാമി? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എല്ലാം സാറിന്റെ ഇഷ്ടം. ഇതേ തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാ എന്നെ സഹായത്തിന് വിളിച്ചേക്കരുത്. ഞാൻ വരില്ല. ഞാൻ എന്തായാലും നിരഞ്ജനൊന്ന് വിളിക്കട്ടെ.